രാവിലെ തന്നെ എന്ത് കുർത്തക്കേട് ഒപ്പിക്കാം എന്ന് ആലോചിച്ചുള്ള നിപ്പ അന്നേരം ആശാടിനെ ഓർത്തത് ഇന്നലെ വീട്ടിൽ സ്റ്റാർ ഇടുന്ന കാര്യം പറഞ്ഞിരുന്നു. അപ്പുറത്തെ വീട്ടിൽ സ്റ്റാർ ഇട്ടപ്പോൾ തൊട്ട് തുടങ്ങിയതാ. വീട്ടിൽ സ്റ്റാർ ഇട്ടില്ല എന്ന് പറഞ്ഞ് ഒരേ ബഹളം. പഴയ സ്റ്റാർ തപ്പി പിടിച്ച് ചേട്ടൻ സ്റ്റാർ ഇടാനായിട്ടുള്ള തയ്യാറെടുപ്പാണ്. ഇതൊക്കെ വളരെ നിസ്സാരം എന്ന് പറഞ്ഞാൽ ചേട്ടൻ തുടങ്ങിയത് തന്നെ കേട്ടോ. തുടങ്ങിക്കഴിഞ്ഞപ്പോഴല്ലേ മനസ്സിലായത് വയറൊന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കുറേ പാടുപെട്ടുന്നു. പിച്ചാത്തിയൊന്നും വേണ്ടെന്ന് പറഞ്ഞ ആൾ ദേ ഇപ്പോൾ പിച്ചാത്തി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഓടുന്നത്. ഇവിടെയാണ് ഒരാൾ സ്റ്റാർ ഇടുന്നതിൻ്റെ ഭയങ്കര സന്തോഷത്തിലാകട്ടോ. കണക്ട് എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓർത്ത് അയ്യോ ഇത് പഴയ സ്റ്റാർ ആണല്ലോ, എന്നാലൊന്ന് കത്തിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. തെളിഞ്ഞില്ലെങ്കിലോ വെറുതെ ഇട്ടതായില്ലേ. മിഷൻ സക്സസ് ആയതിൻ്റെ സന്തോഷം ഞങ്ങളെക്കാളും കൂടുതൽ കാത്തൂനായിരുന്നു കേട്ടോ. സ്റ്റാർ തെളിഞ്ഞപ്പോൾ തൊട്ട് ഭയങ്കര ഡാൻസും ബഹളമൊക്കെ ആയിരുന്നേ ആശാനെ. കാണുമ്പോൾ വളരെ നിസ്സാരമായിട്ട് തോന്നും, പക്ഷേ ആ വെന്റിലേഷൻ വഴി അതിലെ വയറൊന്ന് വെളിയിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ടേ കുറേ പാടുപെട്ടു. അവസാനം മടുത്തിട്ട് ഒറ്റ വലിച്ചേറ്. അന്നേരം മിഷൻ വീണ്ടും സക്സസ് ആയി. അപ്പറേ ഈസി ആയിട്ട് തന്നെ ഞങ്ങളുടെ വയറെത്തുകയും ചെയ്തേ. ചേട്ടനിങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ എല്ലാം ഞാനും കാത്തും താഴെ നിന്ന് ഒരുപാട് കളിയാക്കും ചിരിയൊക്കെ ആയിരുന്നേ. എനിക്കുള്ള വയറെല്ലാം കൂടി ചുറ്റിക്കൂട്ടി വെച്ച് സ്റ്റാറിനെ പഴയ ലൈറ്റിൻ്റെ അടുക്കൽ തന്നെ ഞങ്ങൾ വെച്ചു കേട്ടോ. രാത്രിയാവുന്നത് വരെ കാത്തുക്കുട്ടന് വെയിറ്റ് ചെയ്യാൻ ക്ഷമയില്ലാത്തതുകൊണ്ട് അന്നേരം തന്നെ ബൾബ് കത്തിച്ച് കാണിച്ചേ. പിന്നീട് രാത്രി ആയപ്പോഴത്തേക്കും ലൈറ്റ് ഇട്ടപ്പോഴത്തേക്കും ആശാട്ടി ഓടി വന്നു കേട്ടോ സ്റ്റാർ കാണാൻ വേണ്ടിയിട്ട്. അന്നേരമാണ് ഞങ്ങൾക്ക് വീണ്ടും വെട്ടിൻ്റെ പണി കിട്ടുന്നത്. അപ്പുറത്തെ വീട്ടിലെ സ്റ്റാർ ഇട്ടം കണ്ടിട്ടാണ് വീട്ടിൽ സ്റ്റാർ ഇട്ടം എന്ന് പറഞ്ഞത്. അന്നേരം അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവിടെ വേറെ കുറേ ലൈറ്റുകൾ. അന്നേരം തന്നെ അവൾക്ക് വീട്ടിലും അത്രയും ലൈറ്റുകൾ തന്നെ വേണമെന്ന് പറഞ്ഞ് ഒരു വാശിയും ബഹളവും തന്നെയായിരുന്നു. പിന്നെ അച്ഛമ്മ ഇവിടെ നിന്നോ കണ്ടുപിടിച്ച് കുറേ ലൈറ്റൊക്കെ ആയിട്ട് വന്നു. നിന്നിപ്പിൽ ആ രാത്രിയിൽ തന്നെ ആ ലൈറ്റുകളെല്ലാം കൂടെ നമ്മുടെ തൂണിൽ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് സ്റ്റാറും ഒക്കെ സെറ്റ് ചെയ്ത് ഞങ്ങൾ സെറ്റാക്കി കേട്ടോ. അങ്ങനെ നിന്നിപ്പിൽ ഫുൾ ഡെക്കറേഷനും കഴിഞ്ഞു. അപ്പം ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്ത വീഡിയോ കാണും വരെയും ബൈ ബൈ.